ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, സ്തോത്രം, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട തനിക്ക് സ്വന്തമായിരിക്കേണ്ടുന്നതിന്, തനിക്ക് സ്വന്ത ജനമായിരിക്കേണ്ടുന്നതിന് ഭൂലോകത്തിലെ സകല ജാതികളിലും വെച്ച് ദൈവം വേർതിരിച്ച ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, സ്തോത്രം, ബാല്യം മുതൽ അവർ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു. അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ടത് കേൾക്കാൻ? ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിൻ്റെ അക്ഷരീകമായ ചരിത്രം പരിശോധിച്ചാലും ഇത് സത്യമാണ്. ഇസ്രായേലിനെ ഒരു ജാതിയായിരിക്കാതെ വണ്ണം തകർത്ത് കളയാൻ അത് രൂപപ്പെട്ട കാലം മുതലേ ചുറ്റുമുള്ളവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ അതിന് ദൈവം അനുവദിച്ചിട്ടില്ല. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? പ്രൈസ് ദി ലോർഡ്. അവരെക്കാൾ വലിപ്പമേറിയ, അവരെക്കാൾ എണ്ണം വളരെ കൂടിയ ചുറ്റിലുമുള്ള അനേകര് വർഷങ്ങളായി അതിനു വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയാം, അവരുടെ ഒരു ശത്രു രാജ്യമായ ഇറാൻ ഒരു പ്രത്യേക ടൈം വച്ചിട്ട് ടെഹ്റാനിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ച് ആ സമയമാകുമ്പോൾ ഇസ്രായേൽ എന്ന ഒരു ജാതി, ഒരു രാജ്യം ഭൂമിയിൽ ഉണ്ടാകുകയില്ല എന്നുള്ള ആ ടാർജറ്റ് വെച്ച് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ആ ടൈം അവർ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി അത് കഴിഞ്ഞാൽ അവർ കാണത്തില്ല. ഇങ്ങനെ അവർ മാത്രമല്ല, ഇസ്രായേൽ രൂപപ്പെട്ട പഴയ കാലം മുതൽ, വേദപുസ്തക കാലം മുതലേ മിദ്യാന്യര്, ഫെലിസ്ത്യര്, അങ്ങനെ തുടങ്ങി അന്നുള്ള ജാതികൾ, സ്തോത്രം, ഇന്ന് പുതിയ ആധുനിക കാലഘട്ടത്തിലെ ജാതികൾ. അപ്പോൾ ബാല്യം മുതൽ, അവർക്കൊരു രാജ്യം കിട്ടിയത് മുതൽ അവർക്കെതിരെയുള്ള വെല്ലുവിളികളും അവർക്കെതിരെയുള്ള പോരാട്ടങ്ങളും ശക്തമാണ്. ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും പോലെ ഒരു രാജ്യം രൂപപ്പെട്ടത് മുതൽ, അവർക്ക് രാജ്യം കിട്ടിയത് മുതൽ ചുറ്റിലുമുള്ളവർ യുദ്ധത്തിന് വന്നു. പക്ഷെ ദൈവം അവർക്ക് തുണ നിന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാം? അവരുടെ മിടുക്കൊന്നുമല്ല, ദൈവമാണ് രാജ്യം അവർക്ക് തിരിച്ചു കൊടുത്തത്. ആ രാജ്യം തിരിച്ചു കൊടുത്ത ദൈവം അവർക്ക് തുണ നിന്നു. അങ്ങനെയെങ്കിൽ പലയിടങ്ങളിൽ നിന്നായി വിളിച്ചു വേർതിരിക്കപ്പെട്ട, തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടുന്നതിന് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളും പറയേണ്ടത് എന്തെന്നാ, പലപ്പോഴും എൻ്റെ നേരെ ഈ ശത്രുവായവൻ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അഴിച്ചുവിട്ടോ, എന്നാൽ എനിക്ക് പറയാനൊരു സന്തോഷത്തിൻ്റെ വാക്കുണ്ട്. എന്നെ രക്ഷിച്ച എൻ്റെ ദൈവം ശത്രു ജയഘോഷം കൊള്ളാൻ അനുവദിച്ചില്ല. ഒന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുക. എത്ര ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്, തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത, മകനാക്കി മകളാക്കി മാറ്റിയ എൻ്റെ യേശുവിൻ്റെ കരം. ഹല്ലേലൂയ. എനിക്ക് അനുകൂലമായിരുന്നതിനാ എന്റെ നേരെ വന്ന ശത്രു ജയഘോഷം കൊള്ളാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. അത് അകത്ത് നമ്മൾ സൂക്ഷിക്കുക മാത്രമല്ല, അവസരം കിട്ടുമ്പോഴെല്ലാം വായി തുറന്ന് പറയണം. സ്തോത്രം. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? അധരം തുറന്ന് പറയണം. ഇസ്രായേൽ പറയണം, ഇങ്ങനെയുള്ള പല അവസരങ്ങൾ ഉണ്ടായിട്ടും ദൈവം എന്നെ തോൽക്കാൻ അനുവദിച്ചില്ല, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. സ്തോത്രം. അവരെന്തൊക്കെ ചെയ്തു ശ്രദ്ധിക്കൂ. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് അവിടെ 3 അർത്ഥമുണ്ട്. 1, അക്ഷരീക ഇസ്രായേൽ. 2, തൻ്റെ രക്തത്താൽ പല ജാതികളിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന് തനിക്ക് സ്വന്തമായിരിക്കേണ്ടുന്നതിന് കർത്താവ് വേർതിരിച്ച തൻ്റെ സ്വന്തം ജനമായ നാം. മറ്റൊന്ന്, നമ്മുടെ കർത്താവിനെ തന്നെ അവിടെ കുറിക്കുകയാണ്. ഒരു മശികാ സങ്കീർത്തനം കൂടെയാണ് ഈ സങ്കീർത്തനം. അപ്പം 3 ആസ്പെക്റ്റിൽ നിന്ന് വേണം നമ്മളത് ചിന്തിക്കാൻ. 3-ാമത്തെ വാക്യം പറയുന്നു,
ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. സ്തോത്രം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള കഠിനമായ വേദനകളിലൂടെ കടന്നുപോയി. ശത്രു ചെയ്തതാണ്. വല്ലാതെ കീറി മുറിച്ച് വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ 4-ാമത്തെ വാക്ക്, യഹോവ നീതിമാനാകുന്നു. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ആരൊക്കെ എതിരെ എന്തൊക്കെ പ്രവർത്തിച്ചാലും, ഹല്ലേലൂയ, എൻ്റെ ഏറ്റവും വലിയ ബലം എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവം നീതിമാനാകുന്നു. അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. 5, സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ. ശ്രദ്ധിക്കൂ, ഈ പക അല്ലെങ്കിൽ ബാല്യം മുതൽ തകർത്ത് കളയത്തക്കവണ്ണം എതിരെ വന്ന ആ ബന്ധനത്തെ, ആ കയറിനെ നീതിമാനായ ദൈവം അറുത്ത് കളഞ്ഞിരിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ വെച്ച് ഒരു ദൈവപൈതലിന് നേരെ കാര്യങ്ങൾ ചെയ്താലും നീതിമാനായ ഒരു ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. അറുത്ത് കളഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. ഇനി അടുത്ത ഭാഗം, ഈ പകച്ചവരുടെ അനുഭവമാണ് അടുത്ത് പറയുന്നത്. ദൈവമക്കളെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടുന്നതിന് തെരഞ്ഞെടുത്ത സിയോനെ പകയ്ക്കുന്നവരൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകും. അടുത്ത ഭാഗം ശ്രദ്ധിക്കണമേ. വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവരാകും. കൊയ്യുന്നവൻ അതുകൊണ്ട് തൻ്റെ കൈയാകട്ടെ, കറ്റ കെട്ടുന്നവൻ തൻ്റെ മാർവിടമാകട്ടെ നിറയ്ക്കയില്ല. ഇപ്പൊ ദൈവമക്കൾ ഒരു ഭാഗത്ത്, അതിനെ പകയ്ക്കുന്നവൻ അടുത്ത ഭാഗത്ത്. ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഒന്ന്, യഹോവ നീതിമാൻ. ഇവരെന്തൊക്കെ പ്രയോഗങ്ങൾ ചെയ്താലും ഒരല്പം മുറിവൊക്കെ വരും, അത് വാസ്തവമാണ്. ഒരല്പം കണ്ണുനീരും വേദനയും ഒക്കെ വരും. സ്തോത്രം. എന്നാൽ അവർ ജയിക്കയില്ല. എത്ര പേർക്ക് ആത്മബലത്തോടെ ദൈവത്തിനൊന്ന് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. ഒരല്പം വേദനയും പ്രയാസവും ഒക്കെ ഉണ്ടായി. എങ്കിലും എനിക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്, ജയിച്ചില്ല, ശത്രു ജയിച്ചില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ മുമ്പിൽ തല കുനിച്ചു പോകത്തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല എന്ന് പറയാ ഒരു ദൈവപൈതലിന് എപ്പോഴും അനുഭവം ഉണ്ടായിരിക്കും. ഇനി പകച്ചവർക്കുള്ള ഒരു 2 ഭാഗമാണ് അതിൻ്റെ 5-ാം വാക്യം ഒടുവിലും വായിക്കുന്നത്. അവർ ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകും. വളരുന്നതിന് മുമ്പേ ഉണങ്ങും. ഈ പുരപ്പുറത്തൊക്കെ പടർന്നു കിടക്കുന്ന വള്ളികളുണ്ടല്ലോ, ഒരു മഴ പെയ്യുമ്പോൾ ഇതൊക്കെ കയറി അങ്ങ് പിടിക്കും. പക്ഷേ ഒരല്പം കഴിയുമ്പോൾ ഇതെല്ലാം ഉണങ്ങിപ്പോകും. അവരുടേതായ കാര്യം സാധിച്ചു എന്ന് തോന്നും, പക്ഷേ അല്പം കഴിയുമ്പോൾ അതെല്ലാം ഉണങ്ങും. ഇനി കൊയ്യുന്നവൻ അതുകൊണ്ട് തൻ്റെ കൈയാകട്ടെ, കറ്റ കെട്ടുന്നവൻ തൻ്റെ മാർവിടമാകട്ടെ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കും, നിറവുണ്ടാകത്തില്ല. പരിശ്രമിക്കും, ഫലപ്രാപ്തിയിലെത്തത്തില്ല. കുഴപ്പം എന്താ? നീതിമാനെ പകയ്ക്കുന്നു. ദൈവം തെരഞ്ഞെടുത്തവനെ പകയ്ക്കുന്നു, ശത്രുവായി കാണുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളോട് പറയട്ടെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. അടുത്ത് പറയേണ്ടത് എന്തെന്നറിയാമോ? 8, യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. വേദപുസ്തകം പറയുന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവനെ
ആരൊക്കെ നിനക്ക് അനുഗ്രഹമായിരിക്കുവോ അവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കും. ഓ സ്വോത്രം. പകയ്ക്കരുത്. എത്ര പേർക്ക് സ്വോത്രം പറയാം? ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തതിനെ, ദൈവിക വിഷയത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നതിനെ നീ പകയ്ക്കരുത്. വിദ്വേഷം അകത്തു വരരുത്. ഹല്ലേലൂയ. നീ നല്ല മനസ്സോടെ അത് ചെയ്താൽ പരിശുദ്ധാത്മാവ് പറയുന്നു അതിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വരും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും ഒക്കെ പറയട്ടെ, സ്തോത്രം. ദൈവിക വിഷയങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായി നിങ്ങളുടെ മനസ്സിനകത്ത് തോന്നരുത്. വാക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരുന്നതിന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അകത്ത് ഇതിനോടൊരു പ്രിയമില്ലാത്ത മനോഭാവം, ഇതിനോടൊരു താല്പര്യമില്ലാത്ത മനോഭാവം ഉണ്ടാകരുത്. അത് അനുഗ്രഹത്തിൻ്റെ വഴിയല്ല. താല്പര്യത്തോടെ അത് ചെയ്യണം. എത്ര പേർക്ക് സ്തോത്രം പറയാം? ഹല്ലേലൂയ. പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. എന്നാൽ അതിനോട് അതിനോട് അടുപ്പം കാണിക്കുന്നവർക്ക് അതിൻ്റെ നന്മയുണ്ടാകും. സ്തോത്രം. മൂന്നാമതൊരു വസ്തുത കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കൂ. ഒരു ദൈവഭക്തനെ വേണം ബഹുമാനിക്കാൻ. എല്ലാവരെയും ബഹുമാനിക്കരുത്. 15-ാം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ പർവ്വതത്തിൽ ആർ വസിക്കും. എന്നിട്ട് പറഞ്ഞ് താഴെ വരികയാണ്, സ്തോത്രം, അതിലൊരു പ്രത്യേക വാക്യമുണ്ട്: യഹോവ ഭക്തനെ ബഹുമാനിക്കണം, വഷളനെ നിന്ദ്യനായി തന്നെ എണ്ണണം. ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും കയറി ബഹുമാനിക്കരുത്. ദൈവഭക്തനെ ബഹുമാനിക്കണം, അവനെ പകയ്ക്കരുത്. ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനെ പകയ്ക്കരുത്. എനിക്ക് ഉപകാരമുള്ളവനെ ബഹുമാനിക്കണമെന്നല്ല, എനിക്ക് ഗുണം ചെയ്യുന്നവനെ ബഹുമാനിക്കണമെന്നല്ല, സ്തോത്രം, അവൻ എനിക്ക് ഉപകാരിയായത് കൊണ്ട് നടക്കണമെന്നല്ല, ദൈവകൽപ്പന അനുസരിക്കുന്നവനെ ബഹുമാനിക്കണം. നീ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. എനിക്ക് ഉപകാരമുണ്ടെങ്കിലും ദൈവകൽപ്പന തെറ്റിച്ച് നടക്കുന്നവനെ നീ ബഹുമാനിക്കരുത്. അത് നിനക്ക് ദോഷം ചെയ്യും. ദോഷം ചെയ്യുമെന്നല്ല, ഒടുവിൽ അവിടെ എത്താനും ഒക്കത്തില്ല. സ്തോത്രം. ഈ എഫെസോസിലെ സഭയ്ക്ക് ദൈവം ദൂത് പറയുമ്പോൾ വെളിപ്പാട് 2:6-7 എഴുതിയിട്ടുണ്ട്: നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു ഗുണം നിന്നെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കാരണം അത് ഞാനും പകയ്ക്കുന്നു. നേരായി നടക്കാത്തവനെ നീ ബഹുമാനിക്കുകയല്ല, എന്ത് ചെയ്യണം? പകയ്ക്കണം. പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെയല്ല, ആ വ്യക്തിയുടെ സ്വഭാവം. നീ കൂട്ടുനിൽക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ്. അതിനോട് നീ യോജിപ്പ് കാണിക്കരുത്, അതിനെ പകയ്ക്കണം. കാരണം ദൈവം അതിൻ്റെ നേരെ എന്ത് ചെയ്യുന്നു? അതിഷ്ടപ്പെടാതിരിക്കുന്നു. എന്നാൽ വിട്ടു വന്നാൽ, അതിനെ വിട്ട് കളഞ്ഞാൽ കൈക്കൊള്ളാൻ ദൈവം തൽപരനാണ്. ഇനി ഒരുപക്ഷെ ഞാനും നിങ്ങളും അതിനെ ഇഷ്ടപ്പെടാതെ അതിനെ പകയ്ക്കുന്നത് കൊണ്ട്, ആ സ്വഭാവത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ വ്യക്തിക്കൊരു മടങ്ങി വരവുണ്ടാകും. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ദൈവത്തിൻ്റെ ഹിതകരമല്ലാത്ത നടപ്പ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനെതിരെയുള്ള നടപ്പ്, അതിനെ ഇഷ്ടപ്പെടാതെയുള്ള നമ്മുടെ മനോഭാവം കാണുമ്പോൾ ഒരു പക്ഷേ അവർക്കൊരു മടങ്ങി വരവുണ്ടായി എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ലോകത്തിൽ ഇന്ന് കാണുന്നതൊക്കെ അവനവന് ഉപകാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? കൂടെ നിൽക്കുന്നു. ദൈവം അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല. സ്തോത്രം. ഉപകാരമല്ല വിഷയം, അനുസരണമാണ് വിഷയം. സ്തോത്രം. അവിടെയാണ് ഒടുവിൽ പറയുന്നത്, ജയിക്കുന്നവനെ കൂട്ടുകൂടുമ്പോൾ, സ്നേഹബന്ധം പുലർത്തുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ ശരിക്കും ദൈവകൽപ്പന അനുസരിച്ചാണോ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നീ വേറെ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ആ കുറ്റം കൊണ്ടെന്ന് പറഞ്ഞാൽ
ദൈവ വഴി വിട്ടു നടക്കുന്നവനോടൊപ്പമുള്ള നിന്റെ പോക്കുകൊണ്ട് നിന്റെ നന്മയ്ക്കും കുറവ് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആദ്യം പറഞ്ഞ വാക്കിലോട്ട് വരട്ടെ. യഹോവ ഭക്തൻ, നീതിമാൻ, ഇസ്രായേൽ, അവനെന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഇനി ബഹുമാനിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യരുത്? വെറുക്കരുത്. ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ആത്മീയ വിഷയങ്ങൾ ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പാട്ട്, പ്രാർത്ഥന, കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കാനുള്ള അവസരം, ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ലഭിക്കുന്ന അവസരങ്ങളാണ്. ഇതിനെയെല്ലാം ആർത്തിയോടെ സന്തോഷത്തോടെ ചെയ്യണം. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഉറപ്പായ കാര്യമാണ്. സ്തോത്രം. ഇവിടെ കൽപ്പന ചെയ്യുന്ന ദൈവത്തേക്ക് സ്തുതിക്കാനൊക്കെ സമയം കിട്ടുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഒരു പാട്ടുപാടാൻ അവസരം കിട്ടുമ്പോൾ ഹൃദയത്തിൽ നന്ദിയുള്ളവരായി ആ ദൈവ സാന്നിധ്യത്തിലും ഭയത്തിലും ഇരുന്ന് പാടി ദൈവത്തെ സ്തുതിക്കണം. അത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവം, വേദപുസ്തകം പറയുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിപ്പോസിറ്റ് അവിടെ ഉണ്ടെന്നാണ്. മനസ്സിലായോ? അഡ്മിഷൻ്റെ സമയത്തിൻ്റെ 2 ആഴ്ച മുമ്പല്ല ഡിപ്പോസിറ്റ് തുടങ്ങേണ്ടത്. നേരത്തെ തുടങ്ങണം. മാലയത്തിൽ വന്ന് സ്തോത്രം. ചില ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ അവരിലുള്ള ദൈവഭയം കാണാനുണ്ട്. ചിലരുടെയൊക്കെ മുഖത്ത് നോക്കിയാൽ 2 വഴക്ക് പറയണമെന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഇങ്ങോട്ട് നിൽക്കുകയാണ്. സ്തോത്രം. യാതൊരു ദൈവവുമായുള്ള ബന്ധവുമില്ല. അത് ഇതിനൊരു വില പോലും കൊടുക്കാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. സ്തോത്രം. അതല്ല, ദൈവത്തെ ബഹുമാനിക്കണം. ദൈവത്തെ ബഹുമാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ദൈവിക വിഷയങ്ങൾ ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഭക്തിയും ഭയവും ഒക്കെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പും നമ്മുടെ വാക്കും നമ്മുടെ ചലനങ്ങൾ പോലും ദൈവത്തോടുള്ള ഭക്തിയെ വെച്ച് പറയും. അലസമായ നോട്ടങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്നുള്ളതായ ഇതൊന്നുമല്ല. വാസ്തവമായി ദൈവം നമ്മെ കാണുമ്പോൾ ഭക്തനാണ്, ഒരു ഭക്തയാണ് എന്ന് ദൈവത്തിന് വിളങ്ങത്തക്കവണ്ണം ആയിരുന്നാൽ യഹോവ ഭക്തൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. പുസ്തകത്തിൽ എഴുതിയിട്ട് അവൻ സുഖത്തോടെ വസിക്കും. ദൈവത്തിൻ്റെ സഖിത്വം അവർക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അനവധിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും യാന്ത്രികമായി കുറെ കാര്യങ്ങൾ ചെയ്തു തീർത്തു പോകാനല്ല, വാസ്തവമായി ദൈവത്തോടൊരു ബഹുമാനവും സ്നേഹവും ദൈവിക വിഷയങ്ങളൊരു താല്പര്യവും ഉണ്ടായ അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാൻ ഉന്നതനായ ദൈവം സഹായിക്കട്ടെ.